Hi friends, welcome to SmilasKitchen. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ മത്തി അണിയൻ ഫ്രൈ ആണ്. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്കൊന്ന് കാണാം. നല്ല ടേസ്റ്റാണ്. ചോറിന് അത് മാത്രം മതി. മത്തി നല്ല ഫ്രഷായ മത്തിയാണ്. അതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ലൈം ജ്യൂസ് ഇത്തിരി എല്ലാം ഇട്ടിട്ട് മെറിനേറ്റ് ചെയ്ത്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇതെല്ലാം ഇട്ടിട്ട് മെറിനേറ്റ് ചെയ്ത് വെച്ച മത്തിയാണ്. അത് അരമണിക്കൂറാണ് മാറ്റി വെക്കുക. സവാള ഒരു 3 എണ്ണം ചോപ്പ് ചെയ്യുക. 2 പച്ചമുളക്, കരിവേപ്പില, തക്കാളി 1. ആദ്യം ഒരു കടായി എടുക്കുക. നല്ലോണം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വയ്ക്കുക. അതിനുശേഷം മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, ഷാലോ ഫ്രൈ ആയിട്ട്. അങ്ങനെ ജാസ്തിയായിട്ട് മുരിയും വേണ്ട, ഒരു ആവശ്യത്തിനുള്ള ഒരു ഇത് കിട്ടിയാൽ മതി. ഇതേപോലത്തെ ഒന്ന് ആയി കിട്ടുക. അതേപോലെ എല്ലാം എടുത്തിട്ടും മാറ്റി വെക്കുക. മത്തി ആയിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ബാലൻസ് ഉണ്ടാവും. അതിലോട്ടേക്ക് സവാള ആഡ് ചെയ്യണം. പിന്നെ കരിവേപ്പില ആദ്യം ഇടുക. ആ എണ്ണയിൽ തന്നെ കരിവേപ്പില ഇട്ടതിന് ശേഷം സവാള ചോപ്പ് ചെയ്തത് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. മീഡിയം ഫയറിലിട്ട് സോട്ട് ചെയ്താൽ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. അതിന് ശേഷം 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് അതും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കുക. ആ പച്ച മണവും എല്ലാം മാറണം കേട്ടോ. നല്ലൊരു ഇതായിട്ട് വരും, സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഒരു ടൊമാറ്റോ അതിലോട്ടേക്ക് ഇട്ടിട്ട് പിന്നെയും നല്ലോണം ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കുക. നല്ലോണം വാട്ടിയതിന് ശേഷം ഇപ്പം ഉപ്പും എല്ലാം നോക്കുക കേട്ടോ, എല്ലാം കറക്റ്റാണോ നോക്കിയതിന് ശേഷം ഞങ്ങൾ പൊരിച്ച് വെച്ച മത്തിയില്ലേ, അത് മെല്ലന അതിലോട്ടേക്ക് ഇട്ടിട്ട് മെല്ലന ഈ മസാല നമ്മൾ അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കണം. നല്ല ഫ്രഷ് മത്തിയാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഇപ്പം നല്ല മത്തീൻ്റെ സീസണാണല്ലോ, ആ ടൈം നിങ്ങൾ ഇതെന്തായാലും ഉണ്ടാക്കണേ. എന്നിട്ട് ഇതെല്ലാം മസാലയും ഇട്ട് പൊതിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് സ്ലോ ഫയറിൽ അടച്ച് വെച്ചിട്ട് ആക്കുക. എന്നിട്ട് ആ ലിഡ് എടുക്കുക. പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മത്തി എല്ലാം ഒന്ന് തിരിച്ചിട്ട് ഒന്നും കൂടെ ആ മസാലയെല്ലാം ഒന്ന് മത്തീൻ്റെ മുകളിലോട്ടേക്ക് ആക്കുക. ആക്കിയതിന് ശേഷം പിന്നെയും ഒരു പകുതി അടച്ചിട്ട് ഒരു മീഡിയം ഫയറിൽ വെക്കുക, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്ന് മെല്ലനെ ഒന്ന് നോക്കുക, അതെല്ലാം കറക്റ്റാണോ. ഇതേപോലെ ആയിരിക്കണം കേട്ടോ, നല്ല കോട്ട് ചെയ്തിരിക്കണം. ആ ഉള്ളിയും മീനും എല്ലാം ആകുമ്പോൾ ഇപ്പം നല്ല പൊള്ളിച്ച പോലെ ഉണ്ടാവും. പക്ഷേ ഇല്ല, സൂപ്പർ ടേസ്റ്റാണേ. അപ്പോൾ അങ്ങനെ മത്തി റെഡി ആയിട്ടുണ്ട്. മത്തി അണിയൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഇതേപോലെ ഒരു സെർവിങ് പ്ലേറ്റിൽ സെർവ് ചെയ്തതിന് ശേഷം ആ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടി, വേറെ ഒന്നും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട. നല്ല ടേസ്റ്റി ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ഇതേപോലെ ചെറിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.